വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഹോം മെയ്ഡ് ഗ്രേപ്സ് വൈനാണ്. ഇപ്പം ഞങ്ങൾ ട്രിച്ചിയിൽ നിന്ന് നാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വ്യൂ ആണ്, അടിപൊളി ക്ലൈമറ്റുമാണ്, സൂപ്പറാണ് ഗൈസ്, നല്ല അടിപൊളിയാണ്. ഇപ്പം ഞങ്ങൾ വിചാരിച്ചിരുന്നൊരു ഗ്രേപ്സ് വൈൻ ഇട്ടാലോ എന്ന്. ഇപ്പം ഞങ്ങളാണെങ്കിൽ മുന്തിരി തോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഓൺ ദ വേ ആണ് ഗൈസ്. ഇപ്പം കമ്പവും കുമളിയും ബിറ്റ്വീനിലാണ് ഈ ഒരു മുന്തിരിത്തോട്ടം ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി ക്ലൈമറ്റാണ്, നല്ല തണുപ്പൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം നമുക്ക് നേരെ ആ മുന്തിരിത്തോട്ടിൽ വെച്ച് കാണാം ഗൈസ്. ഇപ്പം നമ്മളാണെങ്കിൽ മുന്തിരിത്തോട്ടിലോട്ട് വന്നിട്ടുണ്ട്. നല്ല രസമാണ് കാണാനൊക്കെ, നല്ല ഫ്രഷാണ് ഗ്രേപ്സൊക്കെ. ഇതൊക്കെ എടുത്ത് പറിച്ച് കഴിക്കാനൊക്കെ തോന്നും ഗൈസ്, പക്ഷെ അവരാണെങ്കിൽ തൊടാനും കഴിക്കാനും സമ്മതിക്കത്തില്ല. നല്ല അടിപൊളി ഫ്രഷ് സാധനമാണ് ഇതൊക്കെ. അപ്പോൾ ഇതാണെങ്കിൽ ഒരു ടൂറിസ്റ്റ് പ്ലേസുമാണ്, അത് നിറയെ ടൂറിസ്റ്റ്സ് ഇവിടെ വന്നിട്ടുണ്ട് ഈ ഗ്രേപ്സ് തോട്ടത്ത് കാണാൻ വേണ്ടി. നമ്മളാണെങ്കിൽ ഒരു 10 kg ഗ്രേപ്സാണ് വാങ്ങുന്നത്. അതുമല്ല ഇവിടെ അവർ കൊടുക്കുന്നുമുണ്ട് ഗ്രേപ്സ് വൈനൊക്കെ. പക്ഷെ ഞങ്ങളാണെങ്കിൽ ഇവിടെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാനാണ് പ്ലാൻ വന്നത്. അപ്പോൾ നേരെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഗ്രേപ്സ് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നേരെ ഇൻഗ്രീഡിയൻസിലോട്ട് പോകാം. ഗ്രാമ്പു, പിന്നെ ഏലക്ക, കറുവപ്പട്ട, ജാതിക്ക, ഈസ്റ്റ്, ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ തിളപ്പിച്ചാർച്ച വെള്ളം. ഗൈസ്, നമ്മളിപ്പോൾ ഈ ബർണിയുടെ അകത്താണ് ഇട്ട് വെക്കാൻ പോകുന്നത് നമ്മുടെ ഗ്രേപ്സ് വൈന്. നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. ഫസ്റ്റ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഗ്രേപ്സ് ആണ് ഇടാൻ പോകുന്നത്. ഗൈസ്, ഇപ്പം നമ്മൾ ലാസ്റ്റായിട്ട് നമ്മുടെ ഗ്രേപ്സ് ഫുൾ ഇട്ട് തീരുവാണ്. ഇത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇടാൻ പോവാണ് ഗൈസ്. ഗൈസ്, ഇപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഗ്രാമ്പു ഇടുവാണ്. നെക്സ്റ്റ് നമ്മുടെ ഏലക്കയാണ്. നെക്സ്റ്റ് നമ്മുടെ കറുവപ്പട്ടയാണ്. പിന്നെ നമ്മുടെ ജാതിക്ക പൊട്ടിച്ചതാണ്. ഈസ്റ്റാണ്. ഇത് നമ്മുടെ ഈസ്റ്റാണ്. ഇത് നമ്മുടെ ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. ലാസ്റ്റായിട്ട് നമ്മൾ തിളച്ചരച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഗൈസ്, നമ്മുടെ ഗ്രേപ്സ് മിക്സ് ചെയ്യാൻ പോകുന്നത് ഈ സ്റ്റിക്ക് വെച്ചാണ് ഗൈസ്. നമ്മളിപ്പം ഗ്രേപ്സ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നല്ലതായിട്ട് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ലതായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പോൾ ഫൈനലായിട്ട് നമുക്ക് ഗോതമ്പ് കൂടെ ആഡ് ചെയ്യാം. ഗൈസ്, ഫൈനലായിട്ട് നമുക്ക് ഈ ഗോതമ്പും കൂടി ഇട്ടിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാവുന്നതാണ്. നല്ലതായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഗൈസ്. നല്ലതായിട്ട് നല്ലതായിട്ട് നമ്മൾ ഇളക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ആണെങ്കിൽ നമുക്കൊരു ഡ്രൈ ക്ലോത്ത് വെച്ച് കവർ ചെയ്യണം. ഗൈസ്, ഇപ്പം നമ്മളൊരു ഡ്രൈ ക്ലോത്ത് വെച്ച് കവർ ചെയ്യുവാണ്. അതായിട്ട് ഇതിൻ്റെ മൂടി വെച്ച് നമുക്ക് മൂടാം. നല്ല ടൈറ്റായിട്ട് മൂടി വെക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഡ്രൈ ക്ലോത്ത് വെച്ച് കവർ ചെയ്യാം. ഇനി നമ്മളൊരു ടൈറ്റായിട്ട് നല്ലതായിട്ട് കെട്ടി വെക്കാൻ പോവാണ്. എയർ ടൈറ്റായിട്ട് കെട്ടി വെക്കണം. ഗൈസ്, ഇപ്പം നല്ലതായിട്ട് ടൈറ്റ് ചെയ്ത് നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനിയാണെങ്കിൽ നമ്മൾ 22 days റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പം നല്ലതായിട്ട് ഈ വീക്ക്ലി 1 or 2 times നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. ബൈ.